ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായില്ലേ ലെങ്തി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു കുറച്ച് നാൾ മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച കുറച്ച് വീഡിയോസ് പെൻഡിങ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഇടാം. അപ്പോൾ തിരുപ്പതി വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ അതും വൈകാതെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഓൾറെഡി എടുത്ത് വെച്ച വീഡിയോക്ക് ഇൻട്രോ കൊടുത്തിട്ടില്ലായിരുന്നു. ആ ഇൻട്രോ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്തിൻ്റെയെന്ന് വെച്ചാൽ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റ്, അതായത് ഫുതിയാൻ മാർക്കറ്റ്, ഇവിടെ ഈവൂലാണുള്ളത്. അപ്പോൾ അവിടെ ഞാൻ പോയി കണ്ടപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നിങ്ങളെന്നെ കാണിക്കാൻ പോകുന്നത് ഡെക്കർ ഐറ്റംസ് ആണ്. വീട്ടിനകത്തും പുറത്തും ഗാർഡനിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഡെക്കർ ഐറ്റംസ് ആണ് ഈ കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, വാട്ടർ ഫൗണ്ടെയിനൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് നമ്മൾ ശരിക്കും ഒരു റിവർ സൈഡിൽ പോയിരുന്ന ഒരു ഫീലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ശരിക്കും നിങ്ങളിത് കേട്ട് നോക്കാം, അപ്പോൾ മനസ്സിലാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വാട്ടർ ഫൗണ്ടൻ എന്നെ ശരിക്കും അട്രാക്റ്റ് ചെയ്തു കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ഫീലെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സൊന്ന് കാമാവും, ഭയങ്കര റിലാക്സ്ഡ് ആവും. കാരണം ആ സൗണ്ടും ആ ഒരു ആംബിയൻസും ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ അതിൽ ലയിച്ചു പോവും. അത്ര രസമാട്ടോ ഇത് കാണാൻ. കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. ഇതിൻ്റെ ഫിനിഷിങ്ങും അതിൻ്റെ എല്ലാം ഒരു 100 മാർക്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് കണ്ടിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഇതിലും നല്ല വലിയ കാഴ്ചകൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് വീട്ടിനകത്തുള്ള ഡെക്കർ ഐറ്റംസും പിന്നെ പുറത്ത് ഗാർഡനിലൊക്കെ ഉള്ള ഡെക്കർ ഐറ്റംസും എല്ലാം അവൈലബിൾ ആണ്. അതിൽ ആനിമൽസ് ഉണ്ട്, ട്രീസ് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പം കുട്ടിക്ക് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ഭയങ്കര ഒരു സൂവിലൊക്കെ കയറിയ ഒരു പ്രതീതിയായിരുന്നു. അവനെല്ലാം പോയി തൊട്ട് നോക്കുക. റാബിറ്റിനെ പോയി തൊട്ട് നോക്കുന്നു, വേറെ ബാക്കിയുള്ള ആനിമൽസിനെ പോയി തൊട്ട് നോക്കുന്നു. അങ്ങനെ പിന്നെ വാട്ടർ ഫൗണ്ടെയിൻസ് തന്നെ പല വിധത്തിലാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുത് വലുത് അങ്ങനെ പല ടൈപ്പിൽ. എന്താ കണ്ടില്ലേ, ആദ്യം പോയി ഹോഴ്സിനെ തൊട്ട് നോക്കിയിട്ട് അതിൻ്റെ പുറത്തിരിക്കണം എന്ന് എന്നോട് പറയുകയാണ്. കുഞ്ഞു കുട്ടികളല്ലേ, അവർക്കിത് കാണുമ്പോൾ റിയലാന്നുള്ളൊരു ഫീല് വരിക. അങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പം കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോകാനേ തോന്നുന്നില്ല. അവിടെ തന്നെ നിന്ന് ഇതെല്ലാം ആസ്വദിച്ച് നിൽക്കാനുള്ളൊരു ഫീലായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എനിക്ക് മാത്രമല്ല, ആദ്യം അവൻ ഓരോന്നും പോയി നല്ല കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടില്ലേ, എന്ത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു ബേർഡ് നിൽക്കുന്ന ഒരു ഫീലല്ലേ നമുക്ക് കിട്ടുന്നത്. എന്ത് രസമാണ് ഇതുങ്ങളെ കാണാൻ. അതുപോലെ ജിറാഫ്, എല്ലാ ടൈപ്പ് ആനിമൽസും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഗാർഡനിൽ വെക്കുന്ന മഷ്റൂംസ്, അതെല്ലാം ഒരു ഒറിജിനാലിറ്റി ഫീല് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നേ. ഇതാണ് പല വെറൈറ്റി വാട്ടർ ഫൗണ്ടെയിൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലുതും ചെറുതുമായിട്ട് പല രീതിയിലുള്ള വാട്ടർ ഫൗണ്ടെയിൻസ് അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഈ സൗണ്ട് ഉണ്ടല്ലോ, വീണ്ടും ഇങ്ങനെ കേൾക്കാൻ തോന്നും. അത്ര രസമാണ് ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ. കാരണം നമ്മൾ പോയി അതിൻ്റെ അടുത്തിരിക്കുമ്പോൾ നമുക്കൊരു റിവർ സൈഡിലിരിക്കുന്ന ഒരു ഫീല് വരും. വെള്ളം ഒഴുകുന്നതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ശരിക്കും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ആ ഒരു സൗണ്ടൊക്കെ കേട്ട് റിലാക്സ് ആയിരിക്കാനും ഒന്ന് മനസ്സൊക്കെ ഒന്ന് കാമാക്കാനും ഒക്കെ അടിപൊളിയായിരിക്കും ഇത്. പിന്നെ പല വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ പലയിടത്തും പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ഈ ട്രീ കണ്ടില്ലേ, എന്താ റിയലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, ഫ്രണ്ടിലോട്ട് പോകുമ്പം വേറെയും കാഴ്ചകൾ ഇങ്ങനെ നമ്മളെ കാത്തിരിക്കുക. ഇതൊക്കെ കണ്ടപ്പോൾ ആദ്യം കണ്ട് ഇഷ്ടമായല്ലോ. അപ്പോൾ അൻവീനെയും കൊണ്ടുവന്ന് കാണിക്കണം. അവൾ സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു. ഒരു വട്ടം അന്വയെ കൊണ്ടുവന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞാനൊരു ദിവസം അൻവയെ കൊണ്ടുവന്ന് കാണിച്ചു കേട്ടോ. അവൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കുട്ടികൾക്ക് ഈ ആനിമൽസിനെയും ഈ വാട്ടർ ഫൗണ്ടനൊക്കെ കാണുമ്പോൾ അത് അവർക്കൊരു കൗതുകമാണ്. അങ്ങനെ കൊണ്ടുവന്ന് കാണിച്ച് അവരെന്തായാലും ഹാപ്പിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയതാണ് ഈ പാണ്ഡയെ കണ്ടപ്പോഴാണ്. എനിക്ക് പാണ്ഡയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാണ്ഡയെ അത് ഭയങ്കര ക്യൂട്ടായിട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതിനെ ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ആദ്യമൊക്കെ എക്സൈറ്റ്മെൻറ്റ് കൂടിയത്.
കാരണം അവൻ്റെ ഫേവറേറ്റ് ആനിമലായിട്ടുള്ള ഡൈനോസർ അവിടെ ഉണ്ടായിരുന്നു. ഡൈനോസറിനെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഭയങ്കര എക്സൈറ്റഡ് ആയതാ. ഇവിടെ ആനിമൽസ് അത് മാത്രമല്ല കേട്ടോ, ക്രിസ്മസിൻ്റെ ഐറ്റംസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതാ കണ്ടില്ലേ ഡൈനോസറിനെ കണ്ടപ്പോൾ ആദ്യം ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അതിനെ ചൂണ്ടിക്കാണിക്കുക, അമ്മ ഡൈനോസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് മാത്രമല്ല റാബിറ്റ്സ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല രസമാണ് കേട്ടോ, ചെറുതും വലുതും ഒക്കെ ആയിട്ട്. പിന്നെ ഇതാ കോഴിയുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ബൈ.